അസമിൽ അവർക്ക് ഇഷ്ടമുള്ള പോലെ സീറ്റുകൾ കീറിമുറിച്ചു. പക്ഷെ ആരാണ് എതിർത്തത് എന്ന് പറഞ്ഞില്ല. ജനാധിപത്യത്തിന്റെ അടിത്തട്ട് പൊളിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിന് സ്വന്തം പാർട്ടിയുടെ ശക്തിക്ക് അനുസൃതമായ ഘടന ഉണ്ടാക്കൽ. ആഭ്യന്തരമന്ത്രി ചിരിക്കുന്നു. നമസ്കാരം. വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടയിൽ ആ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് പ്രിയങ്ക ഗാന്ധി നടത്തിയ പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ ലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട് വനിതാ സംവരണ ബില്ലിനെ മറയാക്കിക്കൊണ്ട് നടത്തുന്ന നീക്കത്തെ സമ്പൂർണ്ണമായി പരിശോധിക്കുകയും അത് ഗവൺമെന്റിൽ പാർലമെന്റിൽ ലോക്സഭയിൽ അത് അനാവരണം ചെയ്യുകയും ചെയ്തു എന്നതാണ് പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗത്തിന്റെ പ്രത്യേകത. ഈ വിഷയത്തിന്റെ ഒരു ചെറിയ പശ്ചാത്തലം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം പ്രധാനമന്ത്രി തന്റെ പ്രസംഗത്തിൽ വളരെ കൂടുതൽ പരാമർശിച്ചത് ഈ നിയമം ആരാണ് തടഞ്ഞത്, എങ്ങനെയാണ് തടഞ്ഞത് എന്നാണ്. 30 വർഷമായി ഈ തീരുമാനം എങ്ങനെ തടഞ്ഞു വെച്ചു എന്നതാണ്. അതിൻ്റെ പശ്ചാത്തലമുണ്ട്. എൻ്റെ ഭരണപക്ഷ സഹപ്രവർത്തകർക്ക് അതൊരുപക്ഷെ ഇഷ്ടപ്പെടില്ല. പക്ഷേ അതിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലം ഇങ്ങനെയാണ്. ഇതിൻ്റെ തുടക്കം നെഹ്റു എന്നൊരു വ്യക്തിയാണ് നിന്നാണ് ആരംഭിക്കുന്നത്. പക്ഷേ ഭയപ്പെടേണ്ടതില്ല, അത് നിങ്ങൾ ഭയക്കുന്ന ആ നെഹ്റു അല്ല. ഇത് അദ്ദേഹത്തിൻ്റെ പിതാവ് മോത്തിലാൽ നെഹ്റു 1928 തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ്. लेकिन इसका ऐतिहासिक बैकग्राउंड ये है कि इसकी शुरुआत भी नेहरू नाम के एक व्यक्ति ने ही किया. लेकिन घबराइए नहीं, ये वो नेहरू नहीं है जिनसे आप इतना कतराते हैं. ये उनके पिताजी मोतीलाल नेहरू जी ने एक रिपोर्ट तैयार की थी 1928 में. അദ്ദേഹം ഒരു സമിതിയുടെ അധ്യക്ഷനായിരുന്നു. അതിൽ അദ്ദേഹം 19 മൗലിക അവകാശങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നു. 1931 സർദാർ പട്ടേൽ ജിയുടെ അധ്യക്ഷതയിൽ കറാച്ചിയിൽ കോൺഗ്രസ് സമ്മേളനം നടന്നു. ആ കറാച്ചി സമ്മേളനത്തിൽ ഈ പ്രസ്താവന പാസാക്കി. അവിടെ നിന്നാണ് സ്ത്രീകൾക്ക് സമാന അവകാശങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഉൾപ്പെടുത്തി ആലോചനകൾ ആരംഭിച്ചത്. അതേസമയം 1 വോട്ട് 1 സിറ്റിസൺ 1 വാല്യൂ എന്ന തത്വവും നമ്മുടെ രാഷ്ട്രീയത്തിൽ സ്ഥാപിക്കപ്പെട്ടു. നിങ്ങൾക്ക് അത്ഭുതമുണ്ടാകും, ഈ തത്വത്തിൻ്റെ കാരണമായി നമ്മുടെ രാജ്യത്ത് സ്ത്രീകൾക്ക് വോട്ടവകാശം സ്വാതന്ത്ര്യത്തിൻ്റെ ആദ്യ ദിവസം മുതൽ ലഭിച്ചു. അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ പോലും അതിന് 150 വർഷം കാത്തിരിക്കേണ്ടി വന്നു, സമരം ചെയ്യേണ്ടി വന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ വ്യവസ്ഥയിൽ പഞ്ചായത്തുകളിലും നഗരപാലികകളിലും 33% സംവരണം നൽകിയത് ലോകത്ത് തന്നെ അതുല്യമായ കാൽവെപ്പായിരുന്നു. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സർക്കാരാണ് രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ചത്. അന്ന് പക്ഷേ അത് പാസ്സാകാതെ പോയി. എന്നാൽ പ്രധാനമന്ത്രി ഇന്ന് അത് പരാമർശിച്ചു. പക്ഷേ എന്നത്തെയും പോലെ പകുതി മാത്രം പറഞ്ഞു. ആരാണ് കൊണ്ടുവന്നത് എന്ന് സഭയോട് പറഞ്ഞു. പക്ഷെ ആരാണ് എതിർത്തത് എന്ന് പറഞ്ഞില്ല. എതിർത്തത് നിങ്ങൾ തന്നെയായിരുന്നു. उन्होंने कहा सदन को ये बताया कि विरोध करने वाले कौन थे, उन्होंने ये नहीं बताया. उन्होंने कहा कि इसका विरोध हुआ, कौन किसने विरोध किया और नहीं बताया. विरोध तो आप ही ने किया था, भाजपा. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം PV നരസിംഹറാവുവിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് സർക്കാരാണ് ഈ നിയമം സഭയിൽ പാസാക്കി നടപ്പാക്കിയത്. ഇന്ന് പ്രധാനമന്ത്രി തൻ്റെ പ്രസംഗത്തിൽ പഞ്ചായത്ത് ഭരണത്തിൽ പങ്കാളികളായ സ്ത്രീകളെ പരാമർശിച്ചപ്പോൾ ഇത് മനസ്സിലാക്കുക, ഈ കാൽവയ്പിൻ്റെ ഫലമായാണ് ഇന്ന് 40 ലക്ഷം പഞ്ചായത്ത് പ്രതിനിധികളിൽ 15 ലക്ഷം സ്ത്രീകൾ നമ്മുടെ ജനാധിപത്യത്തിൽ പങ്കാളികളായത് എന്ന്. 2010 ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെയും UPA ചെയർപേഴ്സൺ സോണിയാഗാന്ധിയുടെയും നേതൃത്വത്തിൽ കോൺഗ്രസ് പാർട്ടി ലോക്സഭയിലും നിയമസഭകളിലും സ്ത്രീകൾക്ക് സംവരണം നൽകാനുള്ള ശ്രമം വീണ്ടും നടത്തി. രാജ്യസഭയിൽ അത് പാസ്സാക്കപ്പെടുകയും ചെയ്തു. പക്ഷേ ലോക്സഭയിൽ സർവ്വസമ്മതിയോട് പാസ്സാക്കാൻ കഴിഞ്ഞില്ല. 2018 രാഹുൽ ഗാന്ധി മോദിക്കൊരു കത്തെഴുതി. ആ കത്തിൽ അദ്ദേഹം പറഞ്ഞത് ഈ സ്ത്രീ സംവരണം 2019 നടപ്പാക്കണം എന്നാണ്. എനിക്ക് തോന്നുന്നത് പ്രധാനമന്ത്രി ഇവിടെ വന്ന് രാഹുൽ ഗാന്ധിയെ കളിയാക്കുന്നുണ്ട്. പക്ഷേ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഗൗരവമായി പരിഗണിക്കുന്നു എന്നാണ്. കാരണം നമ്മളിപ്പോൾ അതേ വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. यहाँ आकर प्रधानमंत्री जी राहुल जी का मजाक तो बना लेते हैं, लेकिन घर जाके उनकी बातों पर गौर करते हैं. ഇന്ന് പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് തോന്നിയത് BJP സ്ത്രീ സംവരണത്തിന്റെ ചാമ്പ്യനും ഏറ്റവും വലിയ പിന്തുണക്കാരുമായിരുന്നു എന്നാണ്. അദ്ദേഹത്തിന്റെ മുഴുവൻ പ്രസംഗത്തിലും ഇതേ കാര്യമായിരുന്നു. പക്ഷേ തങ്ങൾക്ക് ക്രെഡിറ്റ് വേണ്ട എന്ന് പറഞ്ഞു. ഏതൊരു സ്ത്രീയും പറയും, വീണ്ടും വീണ്ടും വഴിതിരിച്ചു വിടുന്ന പുരുഷന്മാരെ സ്ത്രീകളും തിരിച്ചറിഞ്ഞ് ചൂണ്ടിക്കാണിക്കും. പക്ഷേ പൂർണ്ണ ജാഗ്രത പാലിക്കുക, നിങ്ങൾ പിടിക്കപ്പെടും എന്നാണ് പറയാനുള്ളത്. അവസാനം 2023 രാഹുൽ ഗാന്ധിയുടെ കത്ത് വായിച്ച് വർഷങ്ങൾക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാർ ഈ ആക്ട് സർവ്വസമ്മതിയോടെ പാസാക്കിയപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തങ്ങളുടെ ആദർശത്തിനനുസരിച്ച് പൂർണ്ണ പിന്തുണ നൽകി. ഇന്നും ഒരു സംശയവും വേണ്ട, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ത്രീ സംവരണത്തിൻ്റെ പക്ഷത്ത് ഉറച്ചു നിൽക്കുന്നു. പക്ഷേ സത്യം ഇതാണ്, ഇന്നത്തെ ചർച്ച യഥാർത്ഥത്തിൽ സ്ത്രീ സംവരണത്തെക്കുറിച്ചല്ല. സർക്കാർ അവതരിപ്പിച്ച ബില്ലിൻ്റെ ഡ്രാഫ്റ്റ് ഞങ്ങൾ വായിച്ചു. അത് മുഴുവൻ ചർച്ചയും മാറ്റിമറിക്കുന്നതാണ്. അവരുടെ സർക്കാരിൻ്റെ ഈ ബില്ലിൻ്റെ സാരാംശം
എന്താണ്? പാർലമെന്റിൽ സ്ത്രീ സംവരണം 2029 ശേഷം നടപ്പാക്കണം എന്നാണ്. ഇപ്പോൾ സമ്മതമാണോ? പിന്നെ അത് നടപ്പാക്കാൻ ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം 50% വർദ്ധിപ്പിക്കണം എന്നുകൂടി പറയുന്നുണ്ട്. അതായത് സീറ്റുകളുടെ എണ്ണം 543 നിന്ന് 850 ആക്കണം. അത് വർദ്ധിപ്പിക്കും. ഈ സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിക്കും. അത് 2011 സെൻസസിനെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കും എന്നാണ് നിങ്ങൾ പറയുന്നത്. ഇത് മുകളിൽ നിന്ന് നോക്കിയാൽ അതിലൊരു ആക്ഷേപകരമായ കാര്യവും തോന്നില്ല. പക്ഷേ ആഴത്തിൽ മനസ്സിലാക്കിയാൽ അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം ചോദ്യം ചെയ്യപ്പെടും. യഥാർത്ഥത്തിൽ ഈ സർക്കാർ തന്നെയാണ് 2023 സ്ത്രീ സംവരണ ബിൽ സർവ്വസമ്മതിയോടെ പാസ്സാക്കിയത്. അതിൽ 2 കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ ബില്ലിൽ അതില്ല. നടപ്പാക്കുന്നതിന് മുമ്പ് പുതിയ സെൻസസും ഡീലിമിറ്റേഷനും നടത്തണം എന്നാണ് ആ കാര്യം. ഇപ്പോൾ പെട്ടെന്ന് എന്ത് സംഭവിച്ചു? മനസ്സ് മാറിയോ? അതേ സർക്കാർ പഴയ കണക്കുകളെ അടിസ്ഥാനമാക്കി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട്? ഇത്രയും തിടുക്കം എന്തിന്? നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ ഇത്രയും വലിയ മാറ്റത്തിന് ഒരു പ്രക്രിയയുണ്ട്. പക്ഷേ ഇവരുടെ പദ്ധതി പ്രക്രിയയെ നിഷേധിക്കുക എന്നതാണ്. അസമിൽ അവർക്ക് ഇഷ്ടമുള്ള പോലെ സീറ്റുകൾ കീറിമുറിച്ചു. പ്രതിപക്ഷ നേതാക്കളുടെ സീറ്റുകൾ വിഭജിച്ചു. സ്വന്തം രാഷ്ട്രീയ നേട്ടത്തിന് പുതിയ അതിർത്തികൾ ഉണ്ടാക്കി. जिस तरह असम में इन्होंने मन चाहे सीटों को काटा पीटा, विपक्षी दलों के नेताओं की सीटों का विभाजन किया और अपने राजनीतिक फायदे के लिए नई सीमाएं बनाई, उसी तरह ये पूरे देश में അതേപോലെ രാജ്യമൊട്ടാകെ നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഡീലിമിറ്റേഷൻ കമ്മീഷനിൽ സർക്കാർ തിരഞ്ഞെടുത്ത 3 പേർ മുഴുവൻ രാജ്യങ്ങളിലെ സംസ്ഥാനങ്ങളുടെ നിലനിൽപ്പും ജനാധിപത്യത്തിൽ അവരുടെ പങ്കാളിത്തവും പ്രാധാന്യവും തീരുമാനിക്കും എന്നാണ് പറയുന്നത്. ജനാധിപത്യത്തെ അവസാനിപ്പിക്കുന്നതിൻ്റെ തുടക്കം ഈ സർക്കാർ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, നീതിപീഠം, മീഡിയ, മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ സമ്മർദ്ദം ചെലുത്തിയപ്പോൾ തന്നെ ആരംഭിച്ചതാണ്. ഇപ്പോൾ ജനാധിപത്യത്തിന് നേരെ തുറന്ന ആക്രമണം വരാൻ പോകുന്നു. ഈ ബിൽ പാസ്സായാൽ ഈ രാജ്യത്ത് ജനാധിപത്യം അവസാനിച്ചു എന്ന് മനസ്സിലാക്കേണ്ടി വരും. നിലവിലെ സർക്കാർ വീണ്ടും രാജ്യത്തിൻ്റെ ജനങ്ങളുടെ കണ്ണുകളിൽ പൊടിയിട്ട് രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് മേൽ വലിയ ആക്രമണം നടത്തുകയാണ്. ഒരു വശത്ത് സ്ത്രീ സംവരണത്തിൻ്റെ വലിയ സംസാരം, മറുവശത്ത് രഹസ്യമായി OBC വിഭാഗത്തിൻ്റെ അവകാശം കവരൽ, ചില സംസ്ഥാനങ്ങളുടെ ശക്തി കുറച്ച് ജനാധിപത്യത്തിൻ്റെ അടിത്തട്ട് പൊളിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിന് സ്വന്തം പാർട്ടിയുടെ ശക്തിക്ക് അനുസൃതമായ ഘടന ഉണ്ടാക്കൽ. और कुछ प्रदेशों की ताकत कम करके लोकतंत्र की धज्जियां उड़ाकर अगले चुनाव के लिए अपनी पार्टी की मजबूती का ढांचा बनाया जा रहा है. हंस रहे हैं गृह मंत्री जी, हंस रहे हैं. पूरी योजना बना रखी है, पूरी योजना बना रखी है. चाणक्य आज अगर जिंदा होते तो वो भी चौंक जाते आपकी राजनीतिक कुटिलता में. ആഭ്യന്തരമന്ത്രി ചിരിക്കുന്നു. അവർ പൂർണ്ണ പദ്ധതി തയ്യാറാക്കി വന്നിരിക്കുകയാണ്. ചാണക്യൻ ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹവും ഞെട്ടുമായിരുന്നു നിങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ കൗടില്യത്തിൽ. അവർ പൂർണ്ണ പദ്ധതി തയ്യാറാക്കി എങ്ങനെ നടപ്പാക്കാം എന്നും ഉറപ്പിച്ചാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. രാഷ്ട്രീയത്തിൽ കൗടില്യമുണ്ടാകാം, നമ്മൾക്കും അത് കുറച്ച് വേണമായിരിക്കും. പക്ഷേ അധികാരം ഉറപ്പിക്കാനുള്ള ആഗ്രഹങ്ങളെ മറികടന്ന് രാജ്യത്തിൻ്റെ താല്പര്യത്തിന് ശരിയായ തീരുമാനമെടുക്കുന്നത് വേറെയാണ്. നമ്മുടെ പ്രധാനമന്ത്രിയിൽ നിന്ന് അത് പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം പ്രശ്നങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന് മേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം വളരെ കൂടുതലാണ്. സ്ത്രീ സംവരണം പോലുള്ള ചരിത്രപരമായ കാൽവെപ്പിനെ അദ്ദേഹം അധികാരം ഉറപ്പിക്കാനുള്ള ഒരു ദുർബലമായ ഒഴിവ് കഴിവാക്കി മാറ്റി. സഭയിൽ ഇന്ന് നിരവധി സഹോദരിമാർ സഭ കാണാൻ വന്നിരിക്കുന്നു. സഭയിൽ ചർച്ച കാണുന്നു. നമ്മൾ വലിയ നഗരങ്ങളിൽ താമസിക്കുന്നവരായിരിക്കട്ടെ, ചെറിയ പട്ടണങ്ങളിലോ ഗ്രാമങ്ങളിലോ താമസിക്കുന്നവരായിരിക്കട്ടെ, സ്ത്രീകളുടെ ഐഡന്റിറ്റി പ്രധാനമാണ്. ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ സ്പീക്കർ ഇടപെടുന്നുണ്ട്. സഭയിലെ കാര്യം സംസാരിക്കണം, ഗാലറിയെ കുറിച്ച് സംസാരിക്കരുത് എന്ന് ഓം ബിർള പറയുന്നുണ്ട്. माननीय सभासदों, सभा की सहमति हो तो सभा की कार्रवाई आज रात को 11 बजे तक बढ़ा दी जाए. अध्यक्ष महोदय, हम चाहे बड़े शहरों में रहती हों. വേദനയും ദുഃഖവും സഹിക്കാനുള്ള നമ്മുടെ ശേഷി അനന്തമാണ്. പക്ഷേ ഇന്ന് ഈ പാർലമെന്റിൽ നിന്ന് ഞാൻ പ്രത്യേകിച്ച് എൻ്റെ പുരുഷ സഹപ്രവർത്തകരോട് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ രാജ്യത്തിൻ്റെ സ്ത്രീകൾ നിർഭയമായി ജീവിതത്തിൽ ഏറ്റവും ദുഷ്കരമായ സാഹചര്യങ്ങളിൽ തങ്ങളുടെ അവകാശത്തിന് വേണ്ടി പോരാടാൻ അറിയുന്നവരാണ്. അവർ ഇരുട്ട് നിറഞ്ഞ രാത്രിയിൽ എഴുന്നേറ്റ് ഒരു പുതിയ പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കാൻ കഴിയുന്നവരാണ്. ഈ രാജ്യത്തിൻ്റെ സ്ത്രീകളെ യഥാർത്ഥത്തിൽ ബഹുമാനിക്കുന്നുണ്ട് എങ്കിൽ പ്രധാനമന്ത്രി അവരെ രാഷ്ട്രീയമായി ഉപയോഗിക്കരുത്. ഇത് നിങ്ങളുടെ വ്യക്തിത്വത്തിനും പദവിക്കും അതിൻ്റെ ഗൗരവത്തിനും നിങ്ങളുടെ ഉത്തരവാദിത്വത്തിനും വിരുദ്ധമാണ്. നിങ്ങൾ തന്നെ പറഞ്ഞിരുന്നു ഭാരതത്തിലെ ഓരോ സ്ത്രീയുടെയും അവകാശമാണിത് എന്ന്. അത് ആരുടെയും മഹത്വമല്ല. ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് ആ അവകാശം ലഭിക്കും. ആ അവകാശത്തെ അവർ പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഏകതയും സംരക്ഷിക്കാൻ ഉപയോഗിക്കും. ഞങ്ങൾ നിങ്ങളുടെ ഈ 3 ബില്ലുകളോടും ശക്തമായ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. അപ്പോഴും നിങ്ങൾക്കൊരു തീരുമാനം
തീരുമാനം എടുക്കാം. അത് സർവ്വസമ്മതിയോടെ സഭയുടെ പിന്തുണയോടെ പാസ്സാകും. നമ്മുടെ രാജ്യത്തിലെ ഓരോ സ്ത്രീക്കും തങ്ങളുടെ യഥാർത്ഥ ശക്തി നേടാനുള്ള അവസരം ലഭിക്കും. അതുകൊണ്ട് ഞാൻ അപേക്ഷിക്കുകയാണ്, മനസ്സ് മാറ്റുക, ധൈര്യം കാണിക്കുക, ശരിയായ തീരുമാനം എടുക്കുക എന്ന്. मैं आपके द्वारा प्रधानमंत्री जी से अपील करती हूँ कि मन बनाएं, साहस करें, सही निर्णय ले लें. हम सब उनके साथ खड़े रहेंगे. धन्यवाद.